കോപമോ സന്തോഷമോ സ്നേഹമോ എന്തുമാകട്ടെ, നമുക്കത് സ്ഥിരതയോടെ നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് നിറവേറ്റാനുള്ള ഒരു മാർഗമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ശരിക്കും സന്തോഷവാനും വ്യക്തതയുള്ളവനുമാകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രസരിപ്പുണ്ടാകുന്നു. അത് ഞാൻ അലിഞ്ഞു പോകുന്നത് പോലെയാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ അനുവാദമില്ലാതെ പോലും നമ്മുടെ കൂടെ നിന്നിട്ട് ഒരു നിമിഷത്തിൽ നമ്മളിലേക്ക് ഒതുക്കുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു. ആ സമയം നമ്മൾ എന്തു ചെയ്യണം? നമുക്കെത്രമാത്രം ഏകാന്തതയും വിഷാദവും അനുഭവപ്പെടുന്നുവോ അത്രയും നമ്മൾക്ക് കൂട്ടുകെട്ടുകൾ ആവശ്യമായി വരുന്നു. നമ്മൾ കൂടുതൽ സന്തോഷവാനും പ്രസരിപ്പുള്ളവനുമാകുമ്പോൾ നമ്മൾക്ക് കൂട്ടുകെട്ടിന്റെ ആവശ്യകത കുറയും. അതിനാൽ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ നമ്മൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം തീർച്ചയായും മോശം കൂട്ടുകെട്ടിലാണെന്നാണ്. നമ്മളൊരു നല്ല വ്യക്തിയുടെ കൂടെ ആയിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഏകാന്തത അനുഭവപ്പെടും? നമ്മൾ സന്തോഷഭരിതനാവുകയല്ലേ വേണ്ടത്. ആളുകൾക്ക് സന്തോഷമെന്നാൽ സംസാരിക്കുകയോ നൃത്തം ചെയ്യുകയോ സംഗീതം കേൾക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. എന്നാൽ നമുക്ക് നിശബ്ദമായി ഇരുന്നു കൊണ്ട് തന്നെ തികച്ചും സന്തോഷഭരിതനാകാൻ കഴിയും. നിങ്ങളുടെ സന്തോഷം കൃത്രിമമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകെട്ട് ആവശ്യമാണ്. സ്വന്തം പ്രകൃതത്താൽ നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ, ജീവിതം പ്രസരിപ്പുള്ളതാണെങ്കിൽ, പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു പരിണതഫലം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രവർത്തനം അതിനുള്ള മാർഗമായി തീരുന്നു. വലിയ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ നൃത്തം ചെയ്ത് ഒരു പ്രത്യേക സന്തോഷാവസ്ഥയിലെത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിയായ സന്തോഷത്തിലായതിനാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ നൃത്തം ചെയ്യുന്നു. ഇവ രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങൾ സന്തോഷവാനായതിനാൽ പൊട്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ആരോ പറഞ്ഞതുകൊണ്ട്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ സന്തോഷവാനായി തീരും. ഇവ രണ്ട് വ്യത്യസ്ത വഴികളാണ്. ചുറ്റുപാടും ഒന്ന് നോക്കൂ. ജീവിതം ഏത് വഴിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കൂ. പൂവുള്ളത് കൊണ്ടാണോ ചെടിയും വേരും പൂവിന് താങ്ങുപോലെ ഉയർന്നു വന്നത്? അല്ല, ചെടിയുടെ പ്രസരിപ്പ് അടക്കി വയ്ക്കാൻ പറ്റാത്തതിനാൽ അത് പൂവിടുന്നു. ഇങ്ങനെയാണ് ജീവിതം സംഭവിക്കേണ്ടത്. നിങ്ങൾ മറ്റൊരു രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ കഠിനമായ ജീവിതമായിരിക്കും. യഥാർത്ഥത്തിൽ സന്തോഷമില്ലാതെ പുറം ലോകത്തിൽ സന്തോഷവാനാണെന്ന് കാണിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കഠിനമായ ജീവിതമാണ്. നിങ്ങൾ സന്തുഷ്ടരല്ലെങ്കിൽ നിങ്ങൾ സന്തുഷ്ടരാണെന്ന് എല്ലാവരെയും കാണിക്കാൻ അസാധാരണമായ പ്രയത്നം വേണ്ടിവരും. സന്തോഷമുള്ളപ്പോൾ മാത്രം പുറത്ത് സന്തോഷം കാണിക്കുന്ന ചിലരുണ്ട്. അവർ സന്തോഷമില്ലാത്തപ്പോഴും പുറത്തും സന്തോഷം കാണിക്കാറില്ല. അവർ അത് എല്ലാവരോടും ഒരേ രീതിയിൽ കാണിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ ലോകം മുഴുവൻ മനസ്സിലാക്കുന്നു. എന്നാൽ ചില ആളുകൾക്ക് എല്ലായ്പ്പോഴും നടിക്കാൻ കഴിയുന്നു. പക്ഷേ അത് അങ്ങനെ നിലനിർത്താൻ അസാധാരണമായ ഊർജം ആവശ്യമാണ്. നിരന്തരം അങ്ങനെ ചെയ്യുന്നതിന്റെ പരിണിത ഫലമായി അത്തരക്കാർക്ക് ശരീരത്തിൽ മുഴയും രോഗങ്ങളും ഉണ്ടാവുന്നു. നിങ്ങളുടെ മനസ്സ് പ്രത്യേക രീതിയിൽ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇങ്ങനെ ചെയ്യും. ആളുകൾക്കുള്ള ഒരേയൊരു രക്ഷകരമായ കൃപ അവർ ഒരിക്കലും സ്ഥിരമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. അവരുടെ സന്തോഷം മിന്നിമറയുന്നു, അവരുടെ ദുരിതം മിന്നിമറയുന്നു. അത് ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നില്ല. നിങ്ങൾ തീർത്തും ദയനീയമായി തീരുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം നിങ്ങൾ കാണും. നിങ്ങൾ തീർത്തും സന്തോഷവാനാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം നിങ്ങൾ കാണും. നിങ്ങൾ തീർത്തും കോപിച്ചാൽ അതിൻ്റെ അനന്തരഫലം നിങ്ങൾ കാണും. നിങ്ങൾ സ്ഥായിയിലല്ലാത്തതിനാൽ ഒന്നിൻ്റെയും അനന്തരഫലം നിങ്ങൾ കാണുന്നില്ല. പലരും ചിന്തിക്കുന്ന കാര്യമാണ് നമുക്ക് എന്ത് മനോഭാവവും വികാരവുമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന്. അതിനുള്ള ഉത്തരം എന്തായാലും കുഴപ്പമില്ല എന്നാണ്. നിങ്ങൾക്ക് ദേഷ്യപ്പെടണമെങ്കിൽ 24 മണിക്കൂറും ദേഷ്യപ്പെടുക.
നിങ്ങൾ പ്രബുദ്ധനായി തീരും. നിങ്ങൾക്ക് പ്രണയം ഇഷ്ടമാണെങ്കിൽ 24 മണിക്കൂറും സ്നേഹിക്കുക. നിങ്ങൾ പ്രബുദ്ധനായി തീരും. അത് തുടർന്നു കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു പ്രത്യേക തിരിച്ചറിവിലേക്ക് വരും. അത്രയേ വേണ്ടൂ. അസ്തിത്വത്തിലുള്ള എല്ലാത്തിനും, ഓരോ കോശത്തിനും, ഓരോ അണുവിനും നിങ്ങൾ സ്ഥിരതയോടെ മുന്നോട്ടു പോയാൽ അപ്പുറത്തേക്കുള്ള ഒരു വാതിലാകാൻ കഴിയും. എന്നാൽ പ്രശ്നങ്ങൾ ആളുകൾ വ്യതിചലിക്കുന്നതാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ന് ലോകത്ത് ഇത് സംഭവിക്കുന്നു. തങ്ങളുടെ ശ്രദ്ധാദൈർഘ്യം വളരെ കുറവാണെന്നത് ഒരു ഗുണമാണെന്ന് ആളുകൾ കരുതുന്നു. നിങ്ങൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം പോകുക, പക്ഷേ സ്ഥിരതയുള്ളവരാകുക.